അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, നമ്മുടെ മജ്ലിസിൽ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വർഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. ഈ ലൈലത്തുൽ ബറാഅ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന അവന്റെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്ന, അവന്റെ റിസ്ഖിനെ തീരുമാനിക്കുന്ന, ആയുസ്സിനെ തീരുമാനിക്കുന്ന ഒരു വർഷത്തിലെ വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. ഈ രാത്രി സാധാരണ പോലെ ഉള്ള രാത്രി അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മുൻകരുതലുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ലൈലത്തുൽ ബറാഅയെ കുറിച്ചാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഭാവിയെക്കുറിച്ച് തീരുമാനിക്കുന്നത്, വരാനിരിക്കുന്നവന്റെ ഭക്ഷണത്തെക്കുറിച്ചും ആയുസിനെ കുറിച്ചുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. സാധാരണ പോലെയുള്ള രാത്രിയല്ല, ബറക്കത്താക്കപ്പെട്ട രാത്രിയാണ്, മഗ്ഫിറത്തിന്റെ രാത്രിയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ലൈലത്തുൽ ബറാഅയുടെ അതീവ രഹസ്യമുള്ള 5 പേരുകളെ കുറിച്ചും അതിന്റെ മഹത്വങ്ങളെ കുറിച്ചുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. سبحان الله 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 سبحان الله. الحمد لله 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 الله
أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله 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 حي يا قيوم يا 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 الله 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 يا رحمن 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 يا رحمن
رحمن يا رحمن يا رحمن يا رحمن يا رحمن يا رحمن يا رحيم 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 يا حفيظ 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 يا سلام 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 يا حبيبي يا سلام يا سلام. പ്രിയമുള്ളവരെ, ശഅബാനിന്റെ 15ന്റെ രാവ്, അതിമനോഹരമായ രാവ്, ബറക്കത്തിന്റെ രാവ്, ഇസ്തിഗ്ഫാറിന്റെ രാവ്, അള്ളാഹു നമ്മെ സ്വീകരിക്കുന്ന രാവ്, ഒരു മനുഷ്യന്റെ ഭാവിയെക്കുറിച്ച്, ആയുസ്സിനെ കുറിച്ച്, വരാനിരിക്കുന്ന കാര്യങ്ങളെ മുഴുവനും തീരുമാനിക്കുന്ന രാവാണ് ശഅബാനിന്റെ ബറാഅത്ത് രാവ് എന്നറിയപ്പെടുന്ന അതിമഹത്തായ രാവ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഈ വർഷത്തെ അങ്ങനെയുള്ള ബറാഅത്ത് രാവ് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ആ ബറാഅത്ത് രാവിന്റെ മറ്റു പേരുകളെ കുറിച്ചാണ്. ബറാഅത്ത് രാവ് അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിന് വേറെയും പേരുകളുണ്ട്. ആ പേരുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമത്തെ പേര് നമുക്കൊക്കെ അറിയുന്നത് പോലെ ലൈലത്തുൽ ബറാഅ. ലൈലത്തുൽ ബറാഅ എന്നതാണ്. എന്താണ് ബറാഅ എന്ന് പറഞ്ഞാൽ? മോചനമാണ്. ഒരു മനുഷ്യന്റെ മോചനത്തിന്റെ രാവാണ് ലൈലത്തുൽ ബറാഅ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ യത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും യത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതിയുടെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് നോക്കും, അവന്റെ അടിമകളിലേക്ക്, അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കും. എന്നിട്ട് ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അവന്റെ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അല്ലാഹു മാപ്പ് കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നാൽ ഒരാൾക്ക് ഒഴികെ, ലിമുശ്രിക്കിൻ, ശിർക്ക് ചെയ്യുന്ന ഒരു കാഫിറായ ഒരു മനുഷ്യനൊഴികെ, ഔ മുശാഹിനിൻ, പരസ്പരം വിദ്വേഷം, പരസ്പര വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ആ രാത്രി കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും വൈരാഗ്യത്തോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ അവരോട് നമ്മുടെ ആ വെറുപ്പ് മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. ആ രാത്രിയുടെ മഹത്വം നമുക്ക് കിട്ടണമെങ്കിൽ, ചെയ്തുപോയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തന്ന് അവന്റെ സ്വർഗം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആകണമെന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ പേര് ലൈലത്തുൽ മഗ്ഫിറ എന്നാണ്. മഗ്ഫിറത്തിന്റെ രാവ്, മാപ്പിന്റെ രാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്ത ക്രൂരന്മാരായ, ക്രിമിനൽസായ, മുഅ്മിനീങ്ങളായ, വിശ്വാസികളായിക്കൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്ന, പുറത്തു കൊടുക്കുന്ന രാവിനെയാണ് ലൈലത്തുൽ മഗ്ഫിറ എന്ന് പറയുന്നത്. ഫയഗ്ഫിറു ലി അക്സറ മിൻ അദദി ശഅരി ഗനമിൻ ബനീ കൽബ്. ബനീ കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തിന്റെ കണക്കനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ രോമത്തിന്റെ എണ്ണത്തിന്റെ കണക്കനുസരിച്ച് അല്ലാഹു മാപ്പ് നൽകുന്ന രാത്രിയാണ് ലൈലത്തുൽ മഗ്ഫിറ. ഇനി മറ്റൊരു പേരാണ് ലൈലത്തുർ റഹ്മാ. അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്ന രാത്രിയാണ് ലൈലത്തുർ റഹ്മാ. അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്ന രാത്രിയാണ്. വറഹ്മതി വസിഅത് കുല്ല ശൈഅ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്, വറഹ്മതീ വസിഅത് കുല്ല ശൈഅ, എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ കാരുണ്യമെന്ന്. അപ്പൊ അള്ളാഹിന്റെ കാരുണ്യമില്ലാതെ നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ നമുക്ക് വീടില്ല, നമുക്ക് വാഹനമില്ല, നമുക്ക് സൗകര്യങ്ങളില്ല. അള്ളാഹ് നൽകിയതൊക്കെ അവന്റെ കരുണ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ലൈലത്തുർ റഹ്മാ, റഹ്മത്തിന്റെ രാത്രിയാണ് ശഅബാനിന്റെ 15 അന്ന്. മറ്റൊരു പേരാണ്, 4ാമത്തെ പേര് ലൈലത്തുസ്സൊക്കി എന്നാണ്. ലൈലത്തുസ്സൊക്ക്, സ്വാദാണ് ലൈലത്തുസ്സൊക്ക്. നമ്മുടെ രേഖ തീരുമാനിക്കുന്ന, നമ്മുടെ തീരുമാനങ്ങളുടെ രാത്രിയാണ് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവിതത്തിലെ ഡിസിഷൻസ് എടുക്കുന്ന രാത്രിയാണ് ലൈലത്തുസ്സക്ക്. ലൈലത്തുസ്സക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച്, അവന്റെ ജീവിതത്തെ കുറിച്ച്, അവർക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച്, വരാനിരിക്കുന്ന സന്തോഷങ്ങളെ കുറിച്ച്, ഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന രാത്രിയാണ് ലൈലത്തുസ്സക്ക് എന്ന് പറയുന്നത്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിയിൽ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന രാത്രിയാണ്. അപ്പൊ തീരുമാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പഴച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി പഴച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ മറ്റൊരു പേര് പറയുന്നത് ലൈലത്തുൽ ഇജാബ എന്നാണ്. ലൈലത്തുൽ ഇജാബ, ലൈലത്തുൽ ഇജാബ, ആ പേര് തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു പേരാണ്. കാരണം എന്താണ്? ഇജാബത്തിന്റെ രാത്രി. കുറെ കാലമായി അസുഖം ഉണ്ടായിട്ട് ഒരുപാട് ദുആ ചെയ്തു, മരുന്ന് ഒരുപാട് കുടിച്ചു, ഒരുപാട് ദിക്ർ ചൊല്ലി, ഒരുപാട് ആയത്തുകൾ ഓതി, ഖുർആൻ ഓതി, നേർച്ചകൾ ചെയ്തു, ഒന്നും മാറിയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും അല്ലാഹു സ്വീകരിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഇജാബ, ഉത്തരം നൽകുന്ന രാവാൻ. അതുകൊണ്ട് ശഅബാനിന്റെ അവസാനത്തെ ഭാഗമാകുന്നതിന്റെ പകുതിയിലെ ശഅബാനിന്റെ 15 രാത്രി ലൈലത്തുൽ ബറാഅ, യൻസിലു റബ്ബനാ ഇലസ് സമാഇദ് ദുനിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. അല്ലാഹു നമ്മോട് വല്ലാണ്ടങ്ങ് അടുത്തു പോകുന്ന രാത്രിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള രാത്രികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു കണക്കാക്കിയ ആയുസ്സിനിടയിൽ 10 വർഷം ജീവിക്കാനുണ്ടെങ്കിൽ ഇനി 10 ലൈലത്തുൽ ബറാഅയേ ഉള്ളൂ. 1 വർഷേ ഇനി നമുക്ക് ആയുസ്സെങ്കിൽ 1 വർഷമേ ഒരു ലൈലത്തുൽ ബറാഅയേ ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞുപോയതൊക്കെ കഴിഞ്ഞുപോയി. ഇനിയെങ്കിലും വരാനിരിക്കുന്ന രാവുകൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു വിജയികൾ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ലൈലത്തുൽ ബറാഅയുടെ 5 പേരുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ പേരെന്താണ്? ലൈലത്തുൽ ബറാഅ, ബറാഅത്തിന്റെ രാത്രി. മറ്റൊന്ന് ലൈലത്തുൽ മഗ്ഫിറ. മൂന്നാമത്തെ പേര് ലൈലത്തുർ റഹ്മ. നാലാമത്തെ പേര് ലൈലത്തുസ്സക്കി. 5ാമത്തെ പേര് ലൈലത്തുൽ ഇജാബ. ഈ 5 പേരുകളും വലിയ മഹത്വമുള്ള പേരുകളാണ്. ആ രാത്രിയുടെ മഹത്വം വിളിച്ചോതുന്ന പേരുകളാണ്. അല്ലാഹു നമുക്ക് ആ രാത്രിയിൽ ഭാഗ്യം ലഭിക്കുന്ന, നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന, നല്ല ഭാവിയുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുന്ന രാത്രിയാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راج سيدا يا الله. ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അല്ലാ. ഞങ്ങൾ പാപികളാണ് അല്ലാ. ഞങ്ങൾ ദോഷികളാണ് അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ, ലൈലത്തുൽ ബറാഅ എന്ന അതിമഹത്തായ രാവിന്റെ പവിത്രത ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ.
നല്ല ഭാവി തീരുമാനങ്ങൾ എടുക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലോ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്നവരാണ്. സമാധാനം നൽകണേ അല്ലോ, സന്തോഷം നൽകണേ അല്ലോ, വിജയം നൽകണേ അല്ലോ. പഠിച്ചവനെ, ഞങ്ങളെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. ശിഫാ നൽകണേ അല്ലോ. രോഗിയായി ഞങ്ങളെ മരിപ്പിക്കില്ല അല്ലോ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹ്, നിന്റെ കാരുണ്യ കവാടം ഞങ്ങളിലേക്ക് തുറന്നു തരണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളുടെ വരുമാനത്തിൽ, സമ്പത്തിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ വിജയിപ്പിക്കണേ അല്ലാ. പറഞ്ഞതനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ജീവിതത്തിൽ വിജയിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ദീനിന്റെ തണലിൽ വളരുന്ന ദീനുള്ള മക്കളാക്കണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങൾ സ്വർഗമാക്കണേ അല്ലാ. അവരെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പാപിയായി കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ ഖബറിൽ വിജയിപ്പിക്കണേ അല്ലാ. പാരത്രിക ലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമായ നാഥാ, പഠിച്ചവനെ, വരാനിരിക്കുന്ന ശഅബാനിന്റെ ബറാഅത്തിന്റെ രാവ് ഞങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ലൈലത്തുൽ ബറാഅയുടെ മഹത്വം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ലൈലത്തുൽ ബറാഅയിൽ ഞങ്ങളുടെ സകല പാപങ്ങളും പുറത്തു തരണേ അല്ലാഹ്. മാറ്റിവെച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. ലൈലത്തുർ റഹ്മയാണല്ലോ അല്ലാഹ്, ലൈലത്തുൽ ബറാഅയാണല്ലോ അല്ലാഹ്, ലൈലത്തുൽ മഗ്ഫിറത്താണല്ലോ അല്ലാഹ്. അല്ലാഹുവേ, രാത്രിയുടെ മഹത്വങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, വരുമാനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മാസത്തിന്റെ ശഅബാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، وارحمنا برحمتك يا أرحم الراحمين.